അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളം പോലെ തന്നെയാണ് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അടുത്തതായി ഇതിൽ ഒരു ചെറിയ ടീസ്പൂണിൽ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതേ അളവിൽ കുറച്ച് നല്ല മുളക്, അതുപോലെ അതേ അളവിൽ തന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകം, ഇത് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഞാൻ ഉലുവ ചേർത്തത് വറുത്ത ഉലുവയാണ് ഇതിൽ ചേർത്തത്. അത് വറുത്ത ഉലുവ വേണമെന്ന് നിർബന്ധമില്ല, പച്ച ഉലുവയായാലും കുഴപ്പമൊന്നുമില്ല. വറുക്കാത്തത് അത് നിങ്ങളുടെ കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ ചേർത്താൽ മതിയാകും. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഈ സമയം ഉണ്ടോയെന്ന് നോക്കുക. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കുക്കറിന് ഞാൻ ഇനി അടയ്ക്കാൻ പോവുകയാണ്. വിസിൽ വെച്ചിട്ടുണ്ട്, അടച്ച് ഇനി മീഡിയം ഫ്ലെയിമിൽ, തീരെ കുറയാനും പാടില്ല കൂടാനും പാടില്ല, മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ കേൾപ്പിക്കുക. കേൾപ്പിച്ചതിന് ശേഷം ഓഫാക്കി ഇടുക. ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റിന് ശേഷമേ നമുക്കിത് തുറക്കാവൂ. 3 വിസിൽ കഴിഞ്ഞു.